السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അതിയായ കാരുണ്യത്തിൻ്റെ പേരിൽ ഈ വർഷവും മുസ്ലിമീങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട അമൽ, ഹജ്ജിൻ്റെ അമൽ വളരെ നല്ല നിലയിൽ പൂർത്തിയായി. നമ്മുടെ നാടുകളിൽ നിന്ന് പോയ ഹാജിമാർ ഹജ്ജിൻ്റെ അമലുകൾ കഴിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് മടങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ 23 വർഷത്തെ പരിശ്രമം കൊണ്ട് സമ്പാദിച്ച 1,00,000 വരുന്ന സഹാബാക്കളെ ഹജ്ജിൻ്റെ അമലിന് ഒരുമിച്ച് കൂട്ടി. ഹജ്ജ് കഴിഞ്ഞ് സഹാബാക്കളെ മടക്കി വിടുമ്പോൾ, ഹജ്ജ് കഴിഞ്ഞ് അവരെ യാത്രയാക്കുമ്പോൾ സഹാബാക്കളുടെ ചിന്തകളിൽ ചില പ്രത്യേകമായ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ തിരിക്കുകയും അവരെ നാടുകളിലേക്ക് മടക്കുകയും ചെയ്തു. ഇതുപോലെ ഈ സമയത്ത്, ഹജ്ജ് കഴിഞ്ഞ ഈ സമയത്ത് മടങ്ങുന്ന ഹാജിമാരും നാട്ടിലുള്ള ഓരോ മുസ്ലിമീങ്ങളും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജത്തുൽ വദാഇൽ തങ്ങളുടെ ഖുതുബയിൽ അവസാനം നൽകിയ ഒരു പ്രധാന സന്ദേശത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ട സമയമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു, എന്നെ അള്ളാഹു ഏൽപ്പിച്ച പരിശുദ്ധമായ ദീൻ അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ? ഹല അൽ ബല്ലഗ്തു, എന്നെ അള്ളാഹു അമാനത്തായി ഏൽപ്പിച്ച ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായി എത്തിച്ചു തന്നില്ലേ? സഹാബാക്കൾ ഒന്നടങ്കം പറഞ്ഞു, നബിയെ താങ്കൾ എത്തിച്ചു തന്നു. എങ്കിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ഇനി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ലിയുബല്ലിഗി ഷാഹിദു മിൻകുമുൽ ഗായിബ് ബല്ലിഗു അന്നി വലൗ ആയ. സഹാബാക്കളെ, നിങ്ങൾ ചെവി തുറന്ന് കേൾക്കിൻ, ഇതാ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദീൻ ഇനി ഇത് എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ബല്ലിഗു അന്നി വലൗ ആയ, നിങ്ങൾക്ക് എന്നിൽ നിന്നും ഒരായത്താണ്, ദീനിൻ്റെ ചെറിയ ഒരു വിഷയമാണ് മനസ്സിലായതെങ്കിൽ അതും നിങ്ങളെ മേൽ ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്, അതും എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. ഹജ്ജ് കഴിഞ്ഞ ഓരോ ഹാജിയുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കേണ്ട, ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കേണ്ട ഒരു സന്ദേശമാണ് ഇത്. സഹാബത്തിന്, അന്നത്തെ ഹജ്ജിന് വന്ന സഹാബത്തിന് മാത്രം പറഞ്ഞൊരു വാക്കല്ല. ഇനിയും ഖിയാമത്ത് നാൾ വരെ അറഫയിൽ നിൽക്കുന്ന ഓരോ ഹാജിമാരോടും ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ മുസ്ലിമിനോടുമുള്ള തങ്ങളുടെ സന്ദേശമാണ്. നിങ്ങൾക്ക് മനസ്സിലായ, നിങ്ങൾക്ക് എത്തിച്ചു തന്ന പരിശുദ്ധമായ ദീൻ
അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ അത് നിങ്ങളുടെ ഓരോരുത്തരെയും ബാധ്യതയാണ്. അത് മുസ്ലിമീങ്ങളായ നമ്മുടെ ഓരോരുത്തരെയും ബാധ്യതയിൽപ്പെട്ട വലിയൊരു പ്രധാന ബാധ്യതയാണ് ദീനിനെ തബ്ലീഗ് ചെയ്യൽ, ദീനിനെ ദഅവത്ത് ചെയ്യൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിൽ നിന്ന് ആഗ്രഹിച്ച വലിയൊരു നന്മയാണ്. തങ്ങളുടെ വാക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ, തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചാൽ കാണാം, തങ്ങൾക്ക് വിഷയത്തിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു, അത്യാഗ്രഹമുണ്ടായിരുന്നു. എൻ്റെ ദീൻ കിട്ടിയ ഓരോരുത്തരും ഇതിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചിന്താഗതിയുള്ളവരാകണം. ഹദ്ദിസു അന്നി മാ സമിഅതും, നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. നല്ലറല്ലാഹു ഇംറഅൻ സമിഅ മഖാലതി സുമ്മ അദ്ദാഹാ ഇലാ മൻ ലം യസ്മഉഹാ. ഒരു മനുഷ്യൻ്റെ മുഖത്തെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ, അള്ളാഹു അവനെ അനുഗ്രഹിക്കട്ടെ. അവൻ എൻ്റെ വാക്കുകളെ, എന്നിൽ നിന്ന് ദീൻ അവൻ കേട്ടു. സുമ്മ അദ്ദാഹ, പിന്നെ അവൻ കേൾക്കുക മാത്രമല്ല, അവൻ സ്വയം അമൽ ചെയ്യുക മാത്രമല്ല ചെയ്തത്, അത് എത്താത്തവർക്ക് അവൻ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റൊരു റിവായത്തിൽ തങ്ങൾ പറഞ്ഞു, സമിഅ മിന്നാ ശൈഅൻ സുമ്മ ബല്ലഗഹു, എന്നിൽ നിന്ന് ദീൻ കേൾക്കുകയും ദീൻ മനസ്സിലാക്കുകയും പിന്നെ അതിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ദീനിനെ തബ്ലീഗ് ചെയ്യൽ, ദീനിനെ ദഅവത്ത് ചെയ്യൽ ഈ ഉമ്മത്തിലെ ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ദീൻ സ്വയം മനസ്സിലാക്കണം, അതനുസരിച്ച് സ്വയം അമൽ ചെയ്യണം, സ്വയം അതനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് ദീനിനെ മറ്റുള്ളവർക്ക് എത്തിക്കൽ ഈ ഉമ്മത്തിലെ പുരുഷൻ്റെയും സ്ത്രീയുടെയും യുവാവിൻ്റെയും യുവതിയുടെയും വൃദ്ധൻ്റെയും ഓരോരുത്തരുടെയും ജോലിയാണ്. അല്ലാഹു തആല നമ്മുടെ മേൽ അമാനത്തായി ബാധ്യതയായി ഏൽപ്പിച്ചതാണ്. അത് ഏറ്റവും ഉയർന്നൊരു അമലാണ്. ഭൂമിയിൽ വന്ന മുഴുവൻ നബിമാർ ചെയ്തൊരു ജോലിയാണ് ദീനിനെ തബ്ലീഗ് ചെയ്യൽ. മുഴുവൻ നബിമാരുടെയും ജോലിയാണ്. വിശുദ്ധ ഖുർആനിൻ്റെ പല ഭാഗങ്ങളിലും നബിമാർ അവരുടെ സമൂഹത്തോട് പറഞ്ഞ വാക്കുകൾ കാണാം. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തോട് പറഞ്ഞു, ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, ഉബല്ലിഗുകും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ റിസാലത്തിനെ, ദൗത്യത്തെ, നുബുവത്തിനെ, അതിനെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ്. ശുഐബ് നബി തൻ്റെ സമൂഹത്തോട് പറഞ്ഞു, ലഖദ് ബലഗ്തുകും റിസാലാത്തി റബ്ബി, എൻ്റെ റബ്ബിനെ ഏൽപ്പിച്ച ദൗത്യത്തെ നിങ്ങൾക്ക് ഞാൻ തബ്ലീഗ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് എത്തിച്ചിരിക്കുകയാണ്. മുഴുവൻ നബിമാരുടെയും ജോലിയായിരുന്നു ദീനിനെ അതെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിന്ന വലിയൊരു അമലാണ് തബ്ലീഗ്, ദഅവത്ത് എന്ന് പറഞ്ഞാൽ. തങ്ങളുടെ നുബുവത്തിൻ്റെ ആദ്യത്തെ നിമിഷം മുതൽ തങ്ങളുടെ വഫാത്തിൻ്റെ അവസാന നിമിഷം വരെ തങ്ങൾ കൈവിടാതെ തങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്ന ഒരു അമലാണ്, ഒരു പ്രവൃത്തിയാണ് ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. മിനയിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശ്രമത്തിൻ്റെ തുടക്ക സമയം മിനയിലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ, ജാഹിലിയ കാലഘട്ടത്തിൽ ഹജ്ജിന് വേണ്ടി, ഷിർക്ക് നിറഞ്ഞ ഹജ്ജിന് വേണ്ടി അന്നും ജനങ്ങൾ വരുമായിരുന്നു. തങ്ങൾ മിനയിലെ ഓരോ ടെൻറ്റുകളിലും തങ്ങൾ പോകുമായിരുന്നു. സത്യത്തിൽ ഹജ്ജിന് പോകുന്ന ഹാജി എങ്ങനെയാണ് തിരിച്ചു വന്ന് തബ്ലീഗ് ദഅവത്ത് ചെയ്യാതിരിക്കുന്നത്? അത്ഭുതമാണ്. കാരണം അവൻ പോയ ഓരോ നാട്ടിലെയും ഓരോ മണൽത്തരികളും, അവൻ പോയ നാട്ടിലെ ഓരോ മണൽത്തരികളും നിബിതങ്ങളുടെ തബ്ലീഗിന് സാക്ഷിയാണ്, നിബിതങ്ങളുടെ ദഅവത്തിന് സാക്ഷിയാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ഹാജി തിരിച്ചു വന്ന് തങ്ങൾ ചെയ്ത ജോലി ചെയ്യാതിരിക്കുന്നത്? തങ്ങൾ മിനയിൽ ഓരോ ടെൻറ്റുകളിലും പോകുമായിരുന്നു, ഗോത്രങ്ങടുക്കൽ പോകുമായിരുന്നു. ബനു അബ്സ എന്ന് പറയുന്നൊരു ഗോത്രത്തിനടുക്കൽ തങ്ങൾ ചെന്നു. തങ്ങൾ വാഹനപ്പുറത്തിരുന്ന് അവരെ ദഅവത്ത് ചെയ്തു, ദീൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിലേക്ക് ദഅവത്ത് ചെയ്തു. അവർ തങ്ങളുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ഗോത്രത്തിൻ്റെ നേതാവ് ബുഹൈറ എന്ന് പറയുന്ന മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ആരുടെ സംസാരമാണ് കേൾക്കുന്നത്? നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പറ്റി അറിയുമോ? ജനങ്ങൾ പറഞ്ഞു, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങൾ കേട്ടാൽ അറബികൾ മുഴുവൻ നിങ്ങൾക്കെതിരായിത്തീരും. എന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒട്ടകപ്പുറത്തും വലിച്ച് താഴെയിട്ടു. തങ്ങളുടെ പരിശുദ്ധ ശരീരം തങ്ങൾ താഴെ വീണു.
ജനമധ്യത്തിൽ വെച്ച് തങ്ങളെ ആക്ഷേപിച്ച് കളിയാക്കി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞയക്കുകയുണ്ടായി. മറ്റൊരു ഗോത്രത്തിനടുക്കൽ തങ്ങൾ ചെന്നു. അവരൊരുമിച്ച് കൂട്ടി അവരോട് ദീന്റെ കാര്യങ്ങൾ തങ്ങൾ തബ്ലീഗ് ചെയ്തു, ദഅവത്ത് ചെയ്തു. അക്കൂട്ടത്തിൽ മൈസറ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം തങ്ങളുടെ സംസാരം വളരെ ശ്രദ്ധിച്ചു കേട്ടു. തങ്ങൾക്ക് കൊതിയായി അദ്ദേഹത്തോട് സംസാരിക്കാൻ, കാരണം തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് തങ്ങൾ കൂടുതൽ സമയങ്ങൾ സംസാരിച്ചു. അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ അത് പ്രകാശമുള്ളതുപോലെ വളരെ സത്യസന്ധമായ സംസാരമാണല്ലോ. എൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നു, പക്ഷേ ഞാൻ താങ്കളുടെ വാക്കുകൾ സ്വീകരിച്ചാൽ എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂടെ വന്നവർ എനിക്കെതിരായിത്തീരും. അദ്ദേഹം പിന്നെ പിന്മാറി. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിന്നൊരു ജോലിയുടെ പേരാണ് തബ്ലീഗ്, ദഅവത്ത് എന്ന് പറഞ്ഞാൽ. അത് മിനയിലെ ടെൻറ്റുകളിൽ ഹാജിമാർ വരുമ്പോൾ അവർ അടുക്കൽ പോയി കാണുമായിരുന്നു. വഴിയോരങ്ങൾ ജനങ്ങളെ പോയി കാണുമായിരുന്നു. ഗോത്രങ്ങടുക്കൽ പോയി കാണുമായിരുന്നു. ഗോത്ര നേതാക്കന്മാരെ പോയി കാണുമായിരുന്നു. എല്ലാ ജനങ്ങൾക്കും തങ്ങളുടെ പരിശുദ്ധ ശരീരവുമായി തങ്ങൾ നടന്ന് ത്യാഗം ചെയ്ത് ഓരോരുത്തരെയും പോയി കണ്ട് അള്ളാഹിൻ്റെ ദീൻ എത്തിച്ചു കൊടുക്കുക. ഇത് തങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ഒരു വലിയൊരു അമലാണ്. തങ്ങൾ ചെയ്യുക മാത്രമല്ല, തൻ്റെ സഹാബാക്കളെ പഠിപ്പിച്ചു. സഹാബാക്കൾ എത്രത്തോളം പഠിപ്പിച്ചു? സഹാബത്തിൻ്റെ രക്തത്തിൽ കലർന്നു. ദഅവത്ത് എന്ന ജോലി ഓരോ സഹാബിയുടെയും രക്തത്തിൽ കലർന്നു. ഓരോ സഹാബിയുടെയും കൊതിയും അത്യാഗ്രഹവുമായിരുന്നു. എനിക്ക് മനസ്സിലായ കാര്യം, എനിക്ക് മനസ്സിലായ സത്യം, ഇത് ഒളിപ്പിച്ചു വെക്കാനുള്ളതല്ല, ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിലേക്ക് മനുഷ്യർ ആവശ്യക്കാരാണ്. ഓരോ സഹാബിയുടെയും രക്തത്തിൽ കലർന്നതായിരുന്നു ജനങ്ങൾക്ക് ഈ സത്യത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഖാലിദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധമരുഭൂമിയിലാണ്. ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ശത്രു സൈന്യത്തിൻ്റെ പടനായകൻ ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുതിരയുടെ സമീപത്തെത്തി. യുദ്ധം നടന്നുകൊണ്ടിരിക്കാൻ സന്ദർഭം മനസ്സിലാക്കി ഖാലിദ് റളിയല്ലാഹു തആല ആ പടനായകനെ ദഅവത്ത് ചെയ്തു. യുദ്ധമരുഭൂമിയിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മനുഷ്യൻ, ശത്രുപക്ഷത്തെ കമാൻഡർ തൻ്റെ സമീപത്തെത്തിയപ്പോൾ കുതിരപ്പുറത്തിരുന്നുകൊണ്ട് ഖാലിദ് റളിയല്ലാഹു തആല അൻഹു ദഅവത്ത് ചെയ്തു. ആ മനുഷ്യൻ ഖാലിദ് റളിയല്ലാഹു ദഅവത്തിനെ കബൂൽ ചെയ്തു. ഉടൻ തന്നെ മറുപക്ഷത്തെ മനുഷ്യൻ മുസ്ലിം സൈന്യത്തിലായി മാറി. സഹാബാക്കളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും നിറഞ്ഞു നിൽക്കുന്നത് കാണാം. അവിടെ ഖാലിദ് റളിയല്ലാഹു പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി, തബ്ലീഗിന് വേണ്ടി, ദീനിൻ്റെ പരിശ്രമത്തിന് വേണ്ടിയുള്ള യാത്രയിൽ ഞാൻ ഇടി മുഴക്കമുള്ള മഴ പെയ്യുന്ന രാത്രി സഞ്ചരിക്കുക എന്നുള്ളത് ഞാൻ വിവാഹം കഴിക്കുന്ന ആദ്യത്തെ രാത്രിയേക്കാൾ എനിക്ക് പ്രിയങ്കരമാണ്. കാരണം സഹാബാക്കൾക്ക് അത്രത്തോളം ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് കിട്ടിയ പരിശുദ്ധമായ ദീനിനെ, ഈ സത്യത്തെ ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. ഒരു സഹാബാക്കളെ കൂടെ സംഘം ഒരു നാട്ടിലേക്ക് യാത്ര ചെയ്തു പോവുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു സഹാബി തൻ്റെ കൂട്ടുകാരിൽ നിന്ന് വളരെ വേഗത്തിൽ കുതിര ഓടിച്ചോടിച്ച് ആ നാട്ടിലേക്ക് ആദ്യം എത്തിച്ചേർന്നു. എന്നിട്ട് ആ ജനങ്ങളുടെ മുന്നിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി, പരിശുദ്ധമായ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് ആഗ്രഹം ഇതായിരുന്നു, ഈ നാട്ടുകാരുടെ ഹിദായത്തിന് മറ്റുള്ളവരെക്കാൾ എനിക്ക് മുൻകടക്കണം. ഇതായിരുന്നു ആ സഹാബിയുടെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ ദഅവത്തിലൂടെ ആ ജനങ്ങൾ പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ചു. മടങ്ങി വന്നു മദീനയിൽ. സഹാബാക്കൾ അദ്ദേഹത്തെ പറ്റി തങ്ങളോട് പറഞ്ഞു. തങ്ങൾക്ക് വലിയ ഇഷ്ടമായി, അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ തങ്ങൾക്ക് ഇഷ്ടമായി. തങ്ങൾ ബൈത്തുൽ മാൽ തങ്ങൾ ഒരു ഹദിയ കൊടുത്തു. എന്ന് മാത്രമല്ല, തങ്ങൾ ദുആ പഠിപ്പിച്ചു കൊടുത്തു. ഇഷ്ടത്തിൻ്റെ പേരിൽ നീ മഗ്രിബിനും സുബ്ഹിക്കും ശേഷം നമസ്കാരം കഴിഞ്ഞാൽ 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന ദുആ നീ പതിവാക്കണം. അതിൻ്റെ നരകമോചനത്തിന് കാരണമായി തീരും. ഓരോ സഹാബിയുടെ ഉള്ളിലുള്ള ഒരു സ്വപ്നവും അവരെ രക്തത്തിൽ അലർന്നു ചേർന്ന ഒരു കാര്യവുമായിരുന്നു, എനിക്ക് കിട്ടിയ സത്യം, ഈ ദീൻ, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാന്ന്. ഉഖബത്ത് ബിൻ നാഫിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം യാത്ര ചെയ്ത് ഒരു സമുദ്ര തീര പ്രദേശത്തെത്തി. അവിടെയുള്ള ജനങ്ങൾ പരിശുദ്ധമായ അദ്ദേഹത്തിൻ്റെ ദഅവത്തിനെ സ്വീകരിച്ചു. ഇനി മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, കടലിൻ്റെ മുന്നിൽ കടലാണ്. അദ്ദേഹം തൻ്റെ കുതിരയെ അതിൻ്റെ നെഞ്ചുവരെ വെള്ളമെത്തുന്നതിൽ അദ്ദേഹത്തിൻ്റെ കുതിരയെ കടലിലേക്ക് ഇറക്കി. എന്നിട്ട് അദ്ദേഹം കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പറഞ്ഞു, അല്ലാഹുവേ, ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണ്. സഹാബാക്കളിൽ കൊതി ഇതായിരുന്നു. അദ്ദേഹമാണ് ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ എത്തി ആ നാടുകൾ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ദഅവത്തിന് കാരണമായി തീർന്നു. സഹാബാക്കളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ഓരോ സഹാബിയുടെ പുറകിൽ കാണാം അവർ അള്ളാഹുവിൻ്റെ ദീനിനെ തബ്ലീഗ് ചെയ്യാൻ വേണ്ടി, ദഅവത്ത് ചെയ്യാൻ വേണ്ടി അവർ ചെയ്ത യാത്രകൾ, അവരുടെ ഹൃദയത്തിൻ്റെ കൊതികൾ, ആഗ്രഹങ്ങൾ.
അതവരെ ഹൃദയത്തിൽ ഇല്ലാത്ത ഒരു സഹാബിയുമില്ല. വെറും ദീൻ സ്വന്തമായി ഞാൻ ദീനനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന സ്വപ്നത്തിൽ ജീവിക്കുന്ന സഹാബിയെ കാണാൻ സാധിക്കില്ല. മറിച്ച് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും ഈ പരിശുദ്ധമായ ഇസ്ലാം, ഈ പരിശുദ്ധമായ വെളിച്ചം ഇതെല്ലാവർക്കും എത്തിക്കണമെന്ന കൊതിയിലാണ് ഓരോ സഹാബിയും ഭൂമി ലോകത്ത് ജീവിച്ചത്. ഓരോ സഹാബിയുടെ ഹൃദയത്തിൽ ആഗ്രഹം അതായിരുന്നു. അവർ യാത്രക്കാരായിരുന്നു. അതുകൊണ്ട് അവർ യാത്രക്കാരായിരുന്നു. അവർ ജനിച്ച നാട്ടിൽ തന്നെ ജീവിച്ച് മരിക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നില്ല. അവർ യാത്രക്കാരായിരുന്നു. തങ്ങൾ അങ്ങനെയാണ് സഹാബത്തിനെ പഠിപ്പിച്ചത്. ഓരോ സഹാബിയും ശീലിപ്പിച്ച് അള്ളാഹിന്റെ ദീനു വേണ്ടി യാത്ര ചെയ്യാൻ, തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെയും യാത്രയാക്കി. ബാക്കിയുള്ളവരെയും പറഞ്ഞയച്ചു, താൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം കൂട്ടത്തിൽ നിർത്തി. അങ്ങനെയല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെയും അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി യാത്രയാക്കാൻ പ്രേരിപ്പിച്ചു. ഉസാമ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സഹാബിയാണ്. തങ്ങളുടെ അടിമയുടെ മകൻ ഉസാമ റളിയല്ലാഹു തആല അൻഹു. ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഒരിക്കൽ ഉസാമ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ വീണു. ഉസാമയുടെ രക്തം നെറ്റിപൊട്ടി രക്തമൊലിക്കാൻ തുടങ്ങി. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തങ്ങൾ പറഞ്ഞു, ഉസാമയെ വൃത്തിയാക്കി. രക്തമൊലിക്കുന്ന ഉസാമയെ വൃത്തിയാക്കി. ആയിഷ റളിയല്ലാഹു പറയുന്നു, കറുത്ത വിരൂപമുള്ള മുഖമുള്ള ഉസാമയെ കണ്ടപ്പോൾ എനിക്ക് അല്പം അസ്വസ്ഥത തോന്നി. എന്നാൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചാടി വന്നെടുത്ത് തങ്ങളുടെ ചുണ്ടുകൾ കൊണ്ട് ആ ഉസാമയുടെ രക്തം അത് വലിച്ചെടുക്കുകയും തങ്ങൾ അത് തുപ്പിക്കളയുകയും ഉസാമയെ സ്വന്തം കൈകൊണ്ട് വൃത്തിയാക്കുകയും ചെയ്തു. അത്രയും ഇഷ്ടമുള്ള സഹാബിയാണ്. തങ്ങൾക്ക് അങ്ങോട്ടും ഇഷ്ടം, ഉസാമ റളിയല്ലാഹു തിരിച്ച് ഇങ്ങോട്ടും നിബിധങ്ങളെയും ഇഷ്ടം. തങ്ങളുടെ വഫാത്തിന്റെ അവസാന സമയം തങ്ങൾ ഒരു സംഘത്തെ തയ്യാറാക്കിയ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി. ആ സൈന്യത്തിന്റെ ലീഡർ ഉസാമ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അദ്ദേഹമാണെങ്കിൽ തങ്ങൾ രോഗം മുറിച്ച അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ തങ്ങൾ വിട്ടിട്ട് പോകാൻ അദ്ദേഹത്തിന് മനസ്സ് സമ്മതിക്കുന്നില്ല. അദ്ദേഹം മദീനയുടെ വെളിയിൽ പോയി താമസിച്ചു. തങ്ങളുടെ രോഗം മാറുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് യാത്ര ചെയ്യാൻ പോയി താമസിച്ചു. സൈന്യത്തെ കൊണ്ടുപോയി അദ്ദേഹം തിരിച്ചു വീണ്ടും മദീനയിൽ വന്നു. മദീന വന്നപ്പോൾ തങ്ങൾ അത്രയും അങ്ങ് രോഗം മാറിയിട്ടില്ല, സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയുമായിട്ടില്ല. തങ്ങൾ ഉസാമയെ കണ്ടപ്പോൾ തന്നെ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് കാണിച്ചു, ഉസാമ നീ പുറപ്പെട്ടുകൊള്ളി, യാത്ര ചെയ്തുകൊള്ളി. തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന സമയം വരെ തങ്ങൾ തൻ്റെ കൂട്ടുകാരെ സഹാബാക്കളെ തയ്യാറാക്കി യാത്രയാക്കി. ഈ സത്യത്തെ, ഈ വെളിച്ചത്തെ നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സഹാബി. വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. ഏ മുആദേ, അല്ലാഹുവിൽ സത്യമായി ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു മുആദേ. ഒരു സഹാബിയുടെ മുഖത്ത് നോക്കി തങ്ങൾ പറയാൻ, വല്ലാഹി ഇന്നി ഉഹിബ്ബുക യാ മുആദ്. ഏ മുആദേ, അല്ലാഹുവിൽ സത്യമായി എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് മുആദേ. അത്രയും സ്നേഹിക്കുന്ന സഹാബി അദ്ദേഹം തങ്ങൾ യാത്ര യമനിലേക്ക് പറഞ്ഞയക്കുകയാണ്. തങ്ങൾ പറഞ്ഞു, മുആദേ, ഒരു പക്ഷേ നമ്മളുടെ അവസാനത്തെ കണ്ടുമുട്ടലായിരിക്കാം. ഇനി ഒരു പക്ഷേ നീ തിരിച്ച് മദീനയിൽ വരുമ്പോൾ ഞാൻ ഉണ്ടാകണമെന്നില്ല. മുആദ് റളിയല്ലാഹു തആല കണ്ണുനീർ ചാടി. ഇനി എൻ്റെ ഹബീബിനെ കാണാൻ സാധിക്കുകയില്ല എന്ന വിഷമത്തിൻ്റെ പേരിൽ അങ്ങനെ ഓരോ സഹാബിയും യാത്രയാക്കി. തങ്ങളുടെ വഫാത്തിന് ശേഷം മുആദ് റളിയല്ലാഹു തആല ഷാമിൻ്റെ ഭാഗത്ത് യാത്ര ചെയ്തു, ഫലസ്തീൻ്റെ ഭാഗത്ത്. അദ്ദേഹം ഫലസ്തീനിൽ പോയി, അവിടെ പോയി ദീനിൻ്റെ പരിശ്രമങ്ങൾ ചെയ്തു. അവിടെ വെച്ച് നാട്ടിൽ രോഗം വ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ മകൻ ഷഹീദായി. അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ 2 പേർ ഒരു ദിവസം മരണപ്പെട്ടു. അദ്ദേഹവും ആ നാട്ടിൽ തന്നെ വഫാത്തായി. അവർ ജനിച്ച നാട്ടിൽ ജീവിച്ച് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ അവർ ആഗ്രഹിച്ചവരല്ല. മറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ ലോകത്തിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എത്തിക്കണമെന്ന് ഓരോ സഹാബിയുടെ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് സഹാബാക്കൾ യാത്രക്കാരായിരുന്നു. ജനിച്ച നാട്ടിൽ ജീവിച്ച് മരിക്കാൻ സഹാബാക്കൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു സഹാബി മദീനയിൽ മരിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, ഇദ്ദേഹം മദീനയ്ക്ക് വെളിയിൽ മരണപ്പെട്ടത് എത്രയോ നല്ലതായിരുന്നു. ഖാലിദ് റളിയല്ലാഹു തആല അവസാനം അദ്ദേഹം മദീനയിൽ അദ്ദേഹം തൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കുന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം കരയാൻ തുടങ്ങി. എനിക്ക് ദീനിൻ്റെ വഴിയിൽ മരിക്കാൻ സാധിച്ചില്ലല്ലോ, എൻ്റെ മരണം മദീനയിൽ തന്നെ ആയിപ്പോയല്ലോ. കാരണം സഹാബാക്കളുടെ ഓരോ സഹാബിയുടെയും കൊതിയായിരുന്നു പരിശുദ്ധമായ സത്യമായ ദീനിനെ ലോകത്തിൻ്റെ ഓരോ മുക്കിലും എത്തിക്കുക എന്നുള്ളത്. ഒരു യാത്ര ചെയ്തു. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ 10 മക്കൾ 10 രാജ്യങ്ങളിലാണ്. ഫളൽ ബിൻ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ മകനാണ്. അബ്ബാസ് റളിയല്ലാഹു തആല മകനാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ ഷാമിലാണ്. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ ത്വായിഫിലാണ്. ഉബൈദ് ബിൻ അബ്ബാസ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനാണ്.
അദ്ദേഹത്തിൻ്റെ ഖബർ യമനിലാണ്. ഖസം ബിൻ അബ്ബാസ് മറ്റൊരു മകനാണ്, അദ്ദേഹത്തിൻ്റെ ഖബർ സമർക്കന്ദിലാണ്. മുഅവ്വിദ് ബിൻ അബ്ബാസ് മറ്റൊരു മകനാണ്, അദ്ദേഹത്തിൻ്റെ ഖബർ തൂൻസിലാണ്. അബ്ദുറഹ്മാൻ ബിൻ അബ്ബാസ് മറ്റൊരു മകൻ, അദ്ദേഹത്തിൻ്റെ ഖബർ ആഫ്രിക്കയിലാണ്. മക്കൾ ഓരോരോ രാജ്യങ്ങൾ ദീനു വേണ്ടി യാത്ര ചെയ്തു, അവിടെ തന്നെ അവർ ഖബറടങ്ങി. ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുഅദ്ദിനാൻ, നബി തങ്ങളുടെ മുഅദ്ദിനാൻ, മദീന പള്ളിയിലെ മുഅദ്ദിനാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഖബർ മദീനയിലല്ല, ദിമഷ്കിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ മദീനയിൽ സ്വീകരിച്ച സഹാബിയാണ്, നബി തങ്ങളുടെ ആതിഥേയനാണ്, നബി തങ്ങളെ സ്വീകരിച്ച സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ ഇസ്താംബൂളിലാണ്, തുർക്കിയിലാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല ഖബർ റോമിലാണ്. അബൂ തൽഹ റളിയല്ലാഹു ഖബർ റോമിലാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു ഖബർ ചൈനയിലാണ്. അബൂ ലുബാബ റളിയല്ലാഹു ഖബർ അൽ ജസായിരിലാണ്. ഖബ്ബാബ് റളിയല്ലാഹു ഖബർ ഇറാഖിലാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹു ഖബർ ഉർദുനിലാണ്. ഇങ്ങനെ സഹാബാക്കളെ ചരിത്രങ്ങൾ പഠിച്ചാൽ ഓരോ സഹാബി മദീനയിലല്ല മരിച്ചത്. മദീനയിൽ കുറഞ്ഞ സഹാബാക്കൾ മാത്രമേ ഉള്ളൂ. സഹാബാക്കൾ ഓരോരോ രാജ്യങ്ങൾ സഹാബാക്കളുടെ ഖബറുകൾ കാണാം. എന്തിനവർ യാത്ര ചെയ്തു? തങ്ങൾ കൊടുത്ത സന്ദേശം, തങ്ങൾ ഹജ്ജത്തിൽ വദായിൽ സഹാബത്തിന് കൊടുത്ത സന്ദേശം, നിങ്ങൾക്ക് കിട്ടിയ ഈ സത്യത്തെ, ഈ പ്രകാശത്തെ, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ഇത് ലോകത്തിൻ്റെ ഓരോ മുക്കിലുമുള്ള മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കൽ നിങ്ങളുടെ ഓരോരുത്തരെയും ബാധ്യതയാണ്. ഇവരാണ് സഹാബാക്കൾ, ഇവരാണ് മുൻഗാമികൾ. അല്ലാമ ഇഖ്ബാൽ അദ്ദേഹം പറയുന്നുണ്ട്, തുജെ അപ്പനെ ആബാ സേ കോയി നിസ്ബത് ഹോ നഹി സക്തി. നിനക്ക് നിന്റെ പിതാക്കന്മാരുമായി എന്ത് ബന്ധമാണ്? തൂ ഗുഫ്താർ ഓ ഗിഫ്താർ, തൂ സാബിത് ഓ സയ്യാറ. നീയാണെങ്കിൽ സംസാരിക്കുന്നവൻ, സഹാബാക്കൾ പ്രവർത്തിക്കുന്നവരായിരുന്നു. നീയാണെങ്കിൽ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുന്നവൻ, അവരാണെങ്കിൽ ദീന്റെ വലിയ യാത്ര ചെയ്യുന്നവരായിരുന്നു. നീയും സഹാബാക്കളും നീയും നിന്റെ മുൻഗാമികളും എങ്ങനെ ഒരുപോലെയാകാനാണ്? നമ്മുടെ മുൻഗാമികൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനെ ലോകത്ത് മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കാൻ സ്വന്തമായി ത്യാഗം ചെയ്ത് യാത്ര ചെയ്തവരാണ്. നാം ദുന്യാവിന് വേണ്ടി എന്തെല്ലാം യാത്ര ചെയ്തു? ഈ പരിശുദ്ധമായ ദീൻ ഇത് മനുഷ്യർക്ക് എത്തണമെന്ന ആഗ്രഹത്തിൽ നമ്മൾ എത്ര യാത്ര ചെയ്തു? അല്ലാഹു തആല ഇത് അമാനത്തായി നമ്മുടെ ചുമലിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇത് കിട്ടാൻ ദാഹിക്കുന്ന എത്രയോ മനുഷ്യർ ഇന്ന് ഭൂമിയിലുണ്ട്. എത്രയോ മനുഷ്യർ ഹിദായത്തിന് വെളിച്ചം ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെ എല്ലാ നബിമാരുടെ ജീവിതത്തിൽ ദഅവത്തിന്റെ തബ്ലീഗിന്റെ പരിശ്രമം കാണാം. ഒന്ന് ഇസ്ലാമിലേക്കുള്ള ദഅവത്താണ്, അതും നബിമാർ ചെയ്തു. രണ്ട് ഈമാനിലേക്കും അമലിലേക്കുള്ള ദഅവത്ത്, അതും നബിമാർ ചെയ്തു. രണ്ടും നബിമാരുടെ ജോലിയാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഈ ഉമ്മത്തിന്റെ ഓരോരുത്തരെയും ഉത്തരവാദിത്തമാണ്. ഇസ്ലാമിലേക്കുള്ള ദഅവത്തും ഈമാനിലേക്കും അമലിലേക്കുള്ള ദഅവത്തും ഈ ഉമ്മത്തിലെ ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ഉത്തരവാദിത്തമാണ്. അതിൽ അവൻ ആലിമാകണം, അവൻ ഇന്നതാകണം ഒന്നുമില്ല. ബല്ലിഗു അന്നി വലൗ ആയ. ഒരായത്താണ് ദീനിന്റെ ഒരു വചനമാണ് നീ പഠിച്ചതെങ്കിൽ അതും എത്തിച്ചു കൊടുക്കൽ ബാധ്യതയാണ്. അതുകൊണ്ട് സഹാബാക്കളെ മുഴുവൻ സഹാബാക്കളുടെ വിധങ്ങൾ തയ്യാറാക്കി. സഹാബാക്കളിലെ ഓരോ സഹാബിയെയും ഓരോരുത്തരെ കഴിവിനെയും ദീനു വേണ്ടി തങ്ങൾ ഉപയോഗിച്ചു. യുവാക്കളുടെ കഴിവിനെ ദീനു വേണ്ടി ഉപയോഗിച്ചു. സമ്പന്നന്മാരുടെ കഴിവിനെ ദീനു വേണ്ടി ഉപയോഗിച്ചു. യുവതികളുടെ കഴിവിനെ ദീനു വേണ്ടി ഉപയോഗിച്ചു. സഹാബാക്കൾ എല്ലാ വിഭാഗവും ദീനിന് വേണ്ടി പരിശ്രമിക്കുന്നവരായിരുന്നു. എല്ലാ വിഭാഗക്കാരും സഹാബാക്കളോട് എല്ലാവരും ആലിമായിരുന്നില്ല. അവർ കച്ചവടക്കാരുണ്ടായിരുന്നു, കൃഷിക്കാരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങളുടെ ഫിക്റും ചിന്തയും എല്ലാവരും ഉള്ളിലും ഉണ്ടായിരുന്നു. എനിക്ക് അള്ളാഹു നൽകിയ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രകാശം ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കൽ എൻ്റെ ബാധ്യതയാണ്. ഹാദാ ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് എത്തിക്കാനുള്ളതാണ്. അല്ലാമ സമഖ്ശരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഖുർആൻ ഒരു പേര് വെക്കുമായിരുന്നെങ്കിൽ ഈ ആയത്ത് ഖുർആന്റെ പേരാക്കുമായിരുന്നു. ഹാദാ ബലാഗുൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ്. ഇത് സ്വന്തമായി ഇബാദത്തിന് മാത്രമുള്ളതല്ല, അതും ഒരു ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് എത്തിക്കേണ്ടതാണ്. ഇന്ന് നമ്മൾ ഈ ഉമ്മത്തിൽ ഏതെല്ലാം വിഭാഗത്തിൽ നമ്മൾ എത്തി, പക്ഷേ ആ മേഖലയെല്ലാം ദഅവത്തും തബ്ലീഗും നടന്നാൽ ഇസ്ലാം പ്രകാശിക്കാൻ കാരണമായി തീരും. മുസ്ലിമായ ഒരു ഡോക്ടർ തൻ്റെ മുന്നിൽ വരുന്ന രോഗിക്ക് മുന്നിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താം, ഭംഗിയായി പരിചയപ്പെടുത്താം. മുസ്ലിമായ ഒരു കച്ചവടക്കാരൻ തൻ്റെ മുന്നിൽ വരുന്ന കസ്റ്റമറുടെ മുന്നിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്താം. ഒരു വിദ്യാർത്ഥിക്ക് തൻ്റെ കൂട്ടുകാർക്കിടയിൽ പരിചയപ്പെടുത്താം. ഏതെല്ലാം മേഖലകളാണ്? ഒരു മുതലാളിക്ക് തൻ്റെ കീഴിൽ ജോലി ചെയ്തവരെ പരിചയപ്പെടുത്താം. ഇതെല്ലാം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? രണ്ട് കാര്യങ്ങൾ മാത്രം തടസ്സം. ഒന്ന്, തൻ്റെ സ്ഥാനവും തൻ്റെ ഇമേജും സ്റ്റാറ്റസും എല്ലാം നഷ്ടപ്പെടും എന്നുള്ള ചിന്തയാണ്. ദുന്യാവിലെ തൻ്റെ സ്ഥാനവും മഹത്വവും ജനങ്ങളുടെ തൃപ്തിയും നഷ്ടപ്പെടുമെന്ന ചിന്തയാണ് ഇതിന് നമ്മൾ തയ്യാറാക്കാത്തത്. ഇല്ലെങ്കിൽ ഭയമാണ്.
ഇത് ചെയ്താൽ ത്യാഗമുണ്ടാകും. നബിമാർക്കറിയാമായിരുന്നു, സഹാബാക്കൾക്കറിയാമായിരുന്നു, ദഅവത്തും തബ്ലീഗും അത് ഇബാദത്ത് പോലെയല്ല. ഇബാദത്ത് ചെയ്താൽ റാഹത്തായിട്ട് ചെയ്യാം. പക്ഷെ ദഅവത്തും തബ്ലീഗും ഒരു മുസ്ലിം ചെയ്യാൻ തയ്യാറായാൽ ത്യാഗമുണ്ടാകും, ആക്ഷേപമുണ്ടാകും, കളിയാക്കലുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും, മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. ഇതെല്ലാം നബിമാർക്കും സഹാബത്തിനും അറിയാമായിരുന്നു. പക്ഷെ അതിനെ ഭയന്നുകൊണ്ട് അവരെ ഉത്തരവാദിത്തങ്ങൾ പുറകിലേക്ക് മാറിയില്ല, ഭീരുക്കളായി ജീവിച്ചില്ല. ഇന്ന് മുസ്ലിമുകളെ നമ്മൾ ഓരോരുത്തരും ഭീരുക്കളായി ജീവിക്കുകയാണ്. ഈ വലിയ അമാനത്തിനെ പാഴാക്കുകയാണ്. ഹിദായത്ത് ആഗ്രഹിക്കുന്ന എത്രയോ മനുഷ്യരെ തടസ്സമായി ജീവിക്കുകയാണ്. ഈ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ നാം ഒന്ന് ചുവടെടുത്ത് വെച്ചാൽ മതി. ഉമ്മത്തിൽ വലിയ വിപ്ലവങ്ങൾ സംഭവിക്കും. ഉമ്മത്തിൽ വലിയ വിപ്ലവം സംഭവിക്കും. തീർച്ചയായ കാര്യമാണ്. കാരണം ഹക്കിൻ്റെ ദഅവത്ത് അത് എവിടെ നിൽക്കാനുള്ളതല്ല, അത് സഞ്ചരിക്കുക തന്നെ ചെയ്യും. അതിന് മുന്നിൽ ആർക്ക് പിടിച്ചെത്താൻ സാധിക്കില്ല. കത്തിജ്വലിക്കുന്ന സൂര്യനത് ശബ്ദിച്ചാൽ ശബ്ദം കൊണ്ടൊന്നും ഉണ്ടാകുന്നില്ല. അത് സൂര്യനാണ്, പ്രകാശിക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ ദഅവത്ത് അത് സൂര്യനെ പോലെയാണ്. അതിനത് ശബ്ദിച്ചാൽ അതിൻ്റെ പ്രകാശം അണയുകയില്ല. പക്ഷെ ആ ജോലി നാം ചെയ്യേണ്ടതാണ്. അത് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ഇബാദത്ത് കൊണ്ട് ഇസ്ലാം പ്രകാശിക്കുകയില്ല, നമ്മുടെ ഹജ്ജ് കൊണ്ടോ നോമ്പ് കൊണ്ടോ ഇസ്ലാം പ്രകാശിക്കുകയില്ല. ഇസ്ലാം ലോകത്ത് പ്രകാശിക്കുന്നത് ദഅവത്തിലൂടെയാണ്, തബ്ലീഗിലൂടെയാണ്, ജനങ്ങൾക്ക് ദീനിനെ ഹക്കിനെ എത്തിച്ചു കൊടുക്കുന്നതിൽ കൂടിയാണ്. ഒരു ഉത്തരവാദിത്തമാണ്. എൻ്റെ ഹജ്ജിൻ്റെ സമയം കഴിഞ്ഞ് ഹാജിമാർ മടങ്ങുന്ന ഈ സമയം നിബിതങ്ങൾ സഹാബാക്കളെ ഹജ്ജത്തിൽ വദാഇൽ നൽകിയ വലിയൊരു സന്ദേശത്തിലേക്ക് ഹാജിമാരും ബാക്കി മുഴുവൻ മുസ്ലിമീങ്ങളും ശ്രദ്ധ തിരിക്കേണ്ട സമയമാണ്. ലിയുബല്ലിഗി ഷാഹിദു മിൻകുമുൽ ഗായിബ്. ഇവിടെയുള്ളവർ, ഇത് എത്താത്തവർക്ക്, ഇത് കിട്ടാത്തവർക്ക് ഇസ്ലാമിനെ, ഈമാനിനെ, ഹിദായത്തിനെ എത്തിച്ചു കൊടുക്കട്ടെ. ബല്ലിഗു അന്നി വലൗ ആയ. നിങ്ങൾക്ക് ഒരായത്താണ് ഇസ്ലാമിൻ്റെ മനസ്സിലായതെങ്കിൽ അതും എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ ബാധ്യതയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.